OTP തട്ടിപ്പ് മുന്നറിയിപ്പ് ജാഗ്രത ശക്തമാക്കി ROP. സുഹാർ വ്യവസായ മേഖലയിൽ ഗതാഗത നിയന്ത്രണം. അറ്റകുറ്റപ്പണികൾക്കായി റോഡ് അടച്ചു. പ്രവാസികളുടെ ആരോഗ്യത്തിനായി പുതിയ പദ്ധതികളുമായി അബീർ ഹോസ്പിറ്റൽ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. OTP നമ്പറുകളും ബാങ്ക് വിവരങ്ങളും മറ്റുള്ളവരുമായി പങ്കിടരുതെന്ന് ശക്തമായ മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ്. ഡിജിറ്റൽ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതും വ്യക്തിഗത വിവരങ്ങൾ അന്യരുമായി പങ്കിടുന്നതും വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് ഇടയാക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കി. തട്ടിപ്പിന് ഇരയായവരുടെ അനുഭവങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോയോടെയാണ് ROP സമൂഹ മാധ്യമങ്ങളിൽ മുന്നറിയിപ്പ് ശക്തമാക്കിയത്. വളരെ ആകർഷകമായ ഓഫറുകൾ കണ്ടതോടെ ഉടൻ തന്നെ അഡ്വാൻസ് തുക കൈമാറിയതായി ഒരാൾ വീഡിയോയിൽ പറയുന്നു. ഔദ്യോഗിക സ്ഥാപനത്തിന്റെ പ്രതിനിധിയാണെന്ന് പറഞ്ഞതിൽ വിശ്വസിച്ച് വ്യക്തിഗത വിവരങ്ങൾ പങ്കുവച്ചതായി മറ്റൊരാൾ വെളിപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ കൂടുതലായും സോഷ്യൽ മീഡിയയിലൂടെയും വ്യാജ വെബ്സൈറ്റുകളിലൂടെയുമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് OTP നമ്പറുകൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, പാസ്വേഡുകൾ എന്നിവ ഒരിക്കലും മറ്റുള്ളവരുമായി പങ്കിടരുതെന്നും ROP അറിയിച്ചു. ഓൺലൈൻ ഇടപാടുകൾ നടത്തുമ്പോൾ ഔദ്യോഗിക സ്രോതസ്സുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. പൊതുജനങ്ങൾ എപ്പോഴും ജാഗ്രത പാലിക്കുകയും വിവരങ്ങൾ കൈമാറുന്നതിന് മുമ്പ് ഉറവിടത്തിന്റെ വിശ്വാസ്യത ഉറപ്പാക്കുകയും വേണമെന്നും ROP വീണ്ടും ഓർമ്മിപ്പിച്ചു. സുഹാറിലെ ഫലജൽ അവാഹി വ്യാവസായിക മേഖലയിലെ റോഡ് താൽക്കാലികമായി അടച്ചിടുന്നതായി വടക്കൻ ബാത്തിന മുനിസിപ്പാലിറ്റി അറിയിച്ചു. അടിയന്തരമായ റോഡ് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ശനിയാഴ്ച മുതൽ ഏപ്രിൽ 27 വരെയാണ് ഈ നിയന്ത്രണം പ്രാബല്യത്തിൽ വരിക. വാഹനയാത്രക്കാരും പ്രദേശവാസികളും യാത്രകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്നും ബദൽ മാർഗങ്ങൾ ഉപയോഗിക്കണമെന്നും മുനിസിപ്പാലിറ്റി നിർദ്ദേശിച്ചു. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി ട്രാഫിക് സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. ഒമാനിലെ പ്രവാസി സമൂഹത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിനായി കൂടുതൽ വിപുലമായ ആശ്വാസ പദ്ധതികളുമായി അബീർ ഹോസ്പിറ്റൽ രംഗത്ത്. മസ്കത്തിലെ റൂവിൽ സംഘടിപ്പിച്ച കമ്മ്യൂണിറ്റി കണക്ട് പരിപാടിയിലൂടെ പ്രാദേശിക സമൂഹവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും പ്രവാസികൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളും വെല്ലുവിളികളും ആഴത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്തു. വിവിധ സാമൂഹ്യ പ്രവർത്തകരുടെയും സംഘടനകളുടെയും സാന്നിധ്യത്തിൽ നടന്ന പരിപാടി ശ്രദ്ധേയമായി. പ്രവാസികൾക്ക് ആരോഗ്യരംഗത്ത് നേരിടുന്ന ആശങ്കകൾക്കും സംശയങ്ങൾക്കും വേഗത്തിൽ പരിഹാരം കണ്ടെത്തുന്നതിനായി ഒമാൻ സോഷ്യൽസ് എന്ന വാട്സ്ആപ്പ് ചാനൽ ആരംഭിക്കുന്നതായി ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുന്ന ഈ പ്ലാറ്റ്ഫോം പ്രവാസികൾക്ക് തത്സമയം ആരോഗ്യ ഉപദേശങ്ങൾ നൽകുന്ന ഒരു പ്രധാന പ്ലാറ്റ്ഫോമായി മാറുമെന്നാണ് വിലയിരുത്തൽ. അബീർ ഹോസ്പിറ്റലിന്റെ 8ാം വാർഷികത്തോടനുബന്ധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രവാസികൾക്ക് ആശ്വാസമാകുന്ന നിരവധി പദ്ധതികളും പ്രഖ്യാപിച്ചു. രാത്രി 10 മണി മുതൽ രാവിലെ 8 മണി വരെ സൗജന്യ പരിശോധന, പ്രത്യേക ഇളവുകൾ, ചികിത്സാ സേവനങ്ങളിൽ ഡിസ്കൗണ്ടുകൾ എന്നിവ ഉൾപ്പെടുന്ന ഈ പദ്ധതി വലിയ ആശ്വാസമായി മാറുമെന്നാണ് പ്രതീക്ഷ. മസ്കത്തിലെ പ്രവാസി സമൂഹത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് അബീർ ഗ്രൂപ്പ് പൂർണ്ണ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് റീജിയണൽ ഡയറക്ടർ ഡോക്ടർ അഖിൽ റഹ്മാൻ വ്യക്തമാക്കി. രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്തുകയും പ്രതിരോധ നടപടികൾ ശക്തമാക്കുകയും ചെയ്യുന്നത് ഏറെ പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ആശുപത്രി ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ഹാഷിം, ജനറൽ മാനേജർ സലാഹ് സലീം അൽ ഷിബ്ലി, മറ്റ് മാനേജ്മെന്റ് പ്രതിനിധികൾ, ഡോക്ടർമാർ എന്നിവരും പങ്കെടുത്തു. നാട്ടിലും ഒമാനിലുമുള്ള വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെട്ട കൂട്ടായ്മ പ്രവാസി സമൂഹത്തിന്റെ ആരോഗ്യ സംരക്ഷണ രംഗത്ത് പുതിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് യോഗം വിലയിരുത്തിയത്. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.